വിദ്യാർത്ഥികളിൽ പത്രവാർത്ത പ്രോത്സാഹിപ്പിക്കുന്ന മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതിയിൽ പങ്കാളികളായി കൊല്ലം കൊട്ടാരക്കര താമരക്കുടി SVV ഹൈസ്കൂളും പകർച്ചവ്യാധികൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും ബഹിരാകാശ നേട്ടങ്ങളും മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലുമെല്ലാം കുട്ടികൾ പത്രവായനയിലൂടെ മനസ്സിലാക്കി. വീട്ടിലിരിക്കാനുള്ള കൊതി മാറാതെ മതിയായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ ആ കൊറോണ കാലമൊക്കെ? അത് പിന്നെ മറക്കാനാകുമോ? സ്കൂളിൽ പോകാതെ, ഫ്രണ്ട്സിനെ കാണാതെ, എന്തിനും കളിക്കാൻ പോലും കഴിഞ്ഞില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എന്റെ അമ്മോ. അത് മാത്രമാണോ? ഇപ്പോഴത്തെ നിപ്പയും കോവിഡും പല ധാന്യങ്ങൾ വേറെയും. ആ വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. ഓ കഷ്ടം, നമ്മുടെ പ്രായത്തിലുള്ള കുട്ടിയാ മരിച്ചിരിക്കുന്നത്. ശരിയാ, താണ്ടെ ഈ വാർത്ത. എടി, ടീച്ചർമാരൊക്കെ പറയാറില്ലേ നമ്മൾ കുട്ടികളാണ് അടുത്ത തലമുറ, നമ്മളെ കൊണ്ട് പലതും ചെയ്യാനാകുമെന്ന്. പഴയതൊന്നും ആവർത്തിക്കാതിരിക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ? നീ എന്താണ് ഈ പറയുന്നത്? നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? കൂടാതെ നമ്മുടെ മാലിന്യ സംസ്കാരം മൂലം ഇവയ്ക്ക് അതിവേഗം പടർന്നു പിടിക്കും. ഇനി സിസ്റ്ററിനെ ആ വീടിനും തോട്ടിൽ ജീവൻ പോലെ ചോദിച്ചിരുന്നേക്കെ നമുക്ക് മറക്കാൻ കഴിയുമോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്നത്തെ സയൻസ് ക്ലബ്ബിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതിയെ ഗഗനേനെ പറ്റി പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പോൾ പിന്നെ നന്നായി, അവിടെയെങ്കിലും പോയി ജീവിക്കാം. നീ വാർത്ത കണ്ടില്ലേ? ഗഗനെന്ന് ഒരു വിലയില്ല. നിങ്ങളിത് ഏത് വാർത്തയുടെ കാര്യമായി പറയുന്നേ? നീ കണ്ടില്ലേ? ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെയുണ്ടല്ലോ ആ വാർത്ത. കർണാടകയിൽ കുടുങ്ങിയ അർജുന്റെ കാര്യം ഇന്ന് 7 ദിവസമായിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. കേരളത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനു മുമ്പ് കണ്ടെത്താമായിരുന്നു. ശരിയാ, ചിലപ്പം കണ്ടെത്താൻ കഴിഞ്ഞേനെ.